PMC വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ടും അയയാതെ CPI. ബിനോയ് വിശ്വവുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി GR അനിലിന്റെ പ്രതികരണം. ഞാൻ ബിനോയ് വിശ്വ സ്ഥാപനം കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PMCയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. ഇല്ല, അത് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കും. അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. സംസ്ഥാന തലത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ നിർദ്ദേശം നൽകിയതായി CPI ജനറൽ സെക്രട്ടറി D. രാജ. CPIയുടെ ഉത്കണ്ഠ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. In this background, we will look at this MOU and we will see how we can tackle the situation, how we can review the whole thing and what solution we can arrive at. We have asked our Kerala party and we have been informed by Comrade Baby. He has also told his own party. So both parties can discuss and work out something. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIMന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ, കേന്ദ്രീകരണം വിദ്യാഭ്യാസത്തിന്റെ, കച്ചവടവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ. ഈ മൂന്ന് കാര്യങ്ങളിലും CPMഉം CPIയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കേരളത്തിന് ദോഷകരമെങ്കിൽ PMC പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നത്തിലെടുത്ത നിലപാടിനെ കുറിച്ച് CPI വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭിന്നതയായി അതിനെ കണക്കാക്കേണ്ടതില്ല. പ്രശ്നം ഞങ്ങൾ ചർച്ച നടത്തി ന്യായമായ നിലപാടെടുത്ത് പ്രശ്നം പരിഹരിക്കും. കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഈ ഒപ്പിട്ട കരാറിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിച്ച് ഞങ്ങൾ കൂട്ടായ ചർച്ച നടത്തി അത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് കാണാൻ സാധിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ദീപക് ധർമ്മടവും ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്, പക്ഷേ മഞ്ഞുരുക്കമില്ലല്ലോ ശ്രീജിത്ത്. ഒരു പ്രശ്നപരിഹാരം എങ്ങനെ സാധ്യമാകും ശ്രീജിത്ത്? ഉന്മേഷ, പ്രശ്നപരിഹാരം അത്ര എളുപ്പമല്ല. കാരണം സങ്കീർണമായ ഒരു വിഷയമായി ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിടൽ മാറിയിരിക്കുന്നു. കാരണം LDF, CPIM, CPI തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്തുന്ന ഒരു പരിപാടിയാണ് PMC പദ്ധതി എന്നാണ് ഇതുവരെ ഉയർത്തിയ വിമർശനം. ആ വിമർശനം പാടെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ PMC പദ്ധതിയിൽ സർക്കാർ ചർച്ച കൂടാതെ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPI ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു സമാശ്വാസ നടപടികൾ കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല എന്നാണ് CPI പറയുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ഒരു സമീപനം അവർക്കുണ്ട്. അതായത് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം. ഏകപക്ഷീയമായി ചർച്ച കൂടാതെ എടുത്ത തീരുമാനത്തിൽ പിന്മാറുന്നതല്ലാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് CPIക്കുള്ളത്. എന്നാൽ സാമ്പത്തിക പരിമിതിയും തെരഞ്ഞെടുപ്പിൻ്റെ വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയും കണക്കിലെടുത്താണ് വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. എങ്കിലും ചർച്ച നടത്താതെ ഒപ്പിട്ടത് വീഴ്ചയാണെന്ന് അംഗീകരിക്കുന്നുവെന്നാണ് വി ശിവൻകുട്ടി CPI നേതൃത്വത്തെ അറിയിച്ചത്. എങ്കിൽ പോലും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന കാര്യം വി ശിവൻകുട്ടി അവരെ അറിയിക്കുന്നില്ല. അപ്പോൾ രണ്ട് കൂട്ടരും തങ്ങളുടേതായ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുക
വരികയായിരുന്നു. എങ്കിലും വി ശിവൻകുട്ടിയുടെ ലെവലിൽ ആ തലത്തിൽ മാത്രം ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇടപെടുമെന്ന് വിവരങ്ങളുണ്ട്. മുഖ്യമന്ത്രി 27-ന് കേരളത്തിൽ ഗൾഫ് പര്യടനത്തിന് ശേഷം തിരിച്ചെത്തി CPI നേതൃത്വവുമായി നേരിട്ട് ചർച്ച നടത്തിയേക്കും. ആ ചർച്ചയിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു സമവായത്തിന് സാധ്യത. അപ്പോഴും CPI ചൂണ്ടിക്കാണിക്കുന്നത് ഈ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. അതിന് CPIഎമ്മും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരുക്കമാണെന്ന സൂചന ഒരു തരത്തിലും പുറത്തേക്ക് വന്നിട്ടുമില്ല. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.